ഇന്ന് വിജയദശമിയായിട്ട് രാവിലെ തന്നെ അമ്പലത്തിൽ പോയി. അപ്പം അമ്പലത്തിൽ നല്ല തിരക്കായിരുന്നു. വാഹന പൂജയും പുസ്തക പൂജയും പിന്നെ കുട്ടികളെ ആദ്യാക്ഷരം എഴുതിക്കലും എല്ലാം കൂടെ ആയിട്ട് നല്ല തിരക്കായിരുന്നു. അമ്പലത്തിൽ ഭക്ഷണമൊക്കെ ഉണ്ടായിരുന്നു രാവിലത്തെ. അതൊക്കെ കഴിച്ചിട്ടാണ് ഞങ്ങൾ തിരിച്ചു പോകുന്നത്. പിന്നെ വീട്ടിൽ വന്ന് രാവിലത്തെ പണികളൊക്കെ കഴിഞ്ഞ ശേഷം ഉച്ചയ്ക്കുള്ള ചോറിനുള്ള കറി വെക്കാനുള്ളൊരു ശ്രമത്തിലാണ്. അപ്പോൾ പച്ചക്കറികളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വീട്ടിലൊരു കാട്ടുതക്കാളിയുടെ ചെടി നിൽക്കുന്നുണ്ട്. അതിൽ കുറച്ച് കാട്ടുതക്കാളി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് മറ്റ് തക്കാളിയേക്കാളും നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ഇതിന് നല്ല പുളിയൊക്കെ ഉള്ളൊരു തക്കാളിയാണ്. പിന്നെ ഇതിൻ്റെ ഞെട്ടിന് നല്ല ബലമാണ് ഇങ്ങനെ പറിച്ചെടുക്കുമ്പോൾ. അപ്പോൾ മറ്റ് തക്കാളിയുടെ അതേപോലെ സാമ്പാറിലോ എല്ലാ കറികളിലും ഇടുക. കൂടുതലായിട്ട് ഉണക്കമീനിലൊക്കെ ഇട്ടാലാണ് കൂടുതൽ ടേസ്റ്റ്. നല്ല പുളിയാണ് ഇതിന്. മറ്റ് സാധാ തക്കാളിയേക്കാളും പുളി കൂടുതലാണ്. അപ്പോൾ അതിന്നൊരു കുറച്ച് പഴുത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അതിനെയൊക്കെ ഒന്ന് പറിച്ചെടുത്തു. പിന്നെ രസമാണ് കേട്ടോ ഉണ്ടാക്കണം ഉച്ച ഭക്ഷണത്തിന്. അപ്പം തക്കാളിയും കടുക് പൊട്ടിച്ചിട്ട് തക്കാളിയും വെളുത്തുള്ളിയൊക്കെ ഇട്ട് നന്നായിട്ട് വഴറ്റി അതിലേക്ക് രസപ്പൊടിയാണ് ചേർക്കണ. രസപ്പൊടിയും കായപ്പൊടിയും ഉലുവപ്പൊടിയും ഒക്കെ ഇട്ട് പുളിവെള്ളവും കൂടെ ഒഴിച്ചു നന്നായി തിളപ്പിച്ചു. മല്ലിച്ചെപ്പും കൂടെ ഇട്ട് കൊടുത്തു. ഇപ്പോൾ രസം റെഡി ആയിട്ടുണ്ട്. പിന്നെ രണ്ടാം കറിക്ക് ഞാൻ കുറച്ച് ഉണക്കമീൻ റെഡിയാക്കി എടുത്തു. അതിനെ കാട്ടുതക്കാളിയുടെ കൂടെ കുറച്ച് ചെറിയ ഉള്ളി റെഡിയാക്കി എടുത്തു. ചെറിയ ഉള്ളിയും പച്ചമുളകും കാട്ടുതക്കാളിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് അടുപ്പത്ത് വെച്ചു. നന്നായി വെന്ത ശേഷം ഈ റെഡിയാക്കി വെച്ച ഉണക്കമീനും കൂടെ അതിലേക്കിട്ട് നന്നായി വറ്റിച്ചെടുത്തു. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. അപ്പം ഇന്നത്തെ ഉച്ചഭക്ഷണത്തിനുള്ള കറികളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇന്ന് കാട്ടുതക്കാളി വെച്ചിട്ടാണ് ഇന്നത്തെ കറികളൊക്കെ. അപ്പം ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.